ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹെയർ ഡ്യൂ റേഡിയൻസ് സെറം ഇൻ ലോഷനാണ്. സോ ഇതിൻ്റെ 3 അഡ്വാൻറ്റേജ് പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. സാധാരണ നമ്മുടെ വാസ്ലിൻ ജെല്ലി അത് അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്യും. ഇതൊട്ടും അങ്ങനെയല്ല. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇതൊരു വെള്ളത്തിൻ്റെ രൂപത്തിൽ അങ്ങ് കൺവേർട്ട് ആകും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ വെള്ളമാണ് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന്. ആൻഡ് രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഫ്രേഗ്രൻസ് വളരെ ലൈറ്റാണ്. വളരെ മൈൽഡ് ഫ്രേഗ്രൻസ് ആയതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇറിറ്റേഷനൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് സ്മെൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴോ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് അബ്സോർബ് ആവും സ്കിന്നിലേക്ക്. ഒട്ടും തന്നെ ഗ്രീസി അല്ല, ഒട്ടും തന്നെ സ്റ്റിക്കി അല്ല. നല്ലപോലെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, നമുക്ക് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആവും. പിന്നെ ഇതിലാകെ എനിക്ക് തോന്നിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് സമ്മറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വട്ടം അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ വിൻ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. ഓൾദോ സ്കിൻ അതുവരെ മോയ്സ്ചറൈസ്ഡ് ആയിരിക്കും, ബട്ട് ഇത് വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങ് ഡ്രൈ ആവും. അതാണ് എനിക്ക് ആകെ തോന്നിയ ഒരു ഡിസഡ്വാൻറ്റേജ്. സോ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാം. അതർവൈസ് എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.